റോബർട്ട് സെമക്കിസ് ഡയറക്റ്റ് ചെയ്ത് 94-ൽ റിലീസ് ചെയ്ത സിനിമയാണ് ഫോറസ്റ്റ് ഗംപ്. ഇതിലെ ടൈറ്റിൽ ക്യാരക്ടറിനെ അവതരിപ്പിച്ചത് ടോം ഹാങ്ക്സ് ആണ്. ടോയ് സ്റ്റോറി ഫിലിം സീരീസിലെ വുഡി എന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ച ആക്ടറാണ് ടോം ഹാങ്ക്സ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരുപാട് വലിയ സിനിമകളൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ലെങ്കിലും 90s കാലഘട്ടത്തിൽ ഹോളിവുഡിൽ നിന്നും മാറ്റി നിർത്താൻ പറ്റാത്തൊരു നടനായിരുന്നു ടോം ഹാങ്ക്സ്. കാരണം പല ആക്ടേഴ്സും അവരുടെ 30-40 വർഷം കരിയറിൽ ചെയ്യാത്ത അത്രയും വെറൈറ്റി ക്യാരക്ടേഴ്സ് അദ്ദേഹം 10 വർഷത്തിനിടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 90s മാത്രമല്ല, 2000-ന് ശേഷവും ഒരുപാട് നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഫിലാഡൽഫിയ, ഫോറസ്റ്റ് ഗംപ്, കാസ്റ്റ്അവേ, ദി ഗ്രീൻ മൈൽ, സേവിംഗ് പ്രൈവറ്റ് റയൻ എല്ലാം തന്നെ വൻ ഹിറ്റുകളായിരുന്നു. അതിൽ തന്നെ 93-ൽ ഇറങ്ങിയ ഫിലാഡൽഫിയയ്ക്കും 94-ൽ ഇറങ്ങിയ ഫോറസ്റ്റ് ഗംപിനും ബെസ്റ്റ് ആക്ടറിനുള്ള ഓസ്കാർ അവാർഡും ഹാങ്ക്സിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫോറസ്റ്റ് ഗംപിലേക്ക് വരുവാണെങ്കിൽ 1986-ൽ ഇതേ പേരിൽ ഇറങ്ങിയ നോവലിനെ ബേസ് ചെയ്ത് ഇറങ്ങിയ ഒരു സിനിമയാണ് ഫോറസ്റ്റ് ഗംപ്. ലോ ഐക്യു ഉള്ള ഒരാളാണ് ഫോറസ്റ്റ്. ഐക്യു കുറവായത് കാരണം നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ പോലും കഷ്ടപ്പെടുന്നതായി കാണിക്കുന്നുണ്ട്. പോരാത്തതിന് കുട്ടിയായിരിക്കുമ്പോൾ കാലുകൾക്കും സ്വാധീനം കുറവാണ്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുറച്ച് കുട്ടികൾ അടിക്കാൻ ഓടിക്കുമ്പോൾ ഫോറസ്റ്റിന് കാലിൻ്റെ സ്വാധീനം കിട്ടുകയും നല്ല വേഗത്തിൽ ഓടാനും പറ്റുന്നു. അവൻ ഫാസ്റ്റായി ഓടുന്നത് കണ്ട് ഫുട്ബോൾ ടീമിലേക്ക് സെലക്ട് ചെയ്യുന്നു. അങ്ങനെ കോളേജിൽ പോകാൻ സ്കോളർഷിപ്പ് കിട്ടുന്നു. കോളേജിൽ നിന്നും ഗ്രാജുവേറ്റ് ആയി കഴിയുമ്പോൾ ആർമിയിലേക്ക് സെലക്ഷൻ കിട്ടുന്നു. ആർമിയിലായിരിക്കുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഫോറസ്റ്റ് കൂടെയുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നു. അങ്ങനെ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും മെഡൽ ഓഫ് ഓണർ ലഭിക്കുന്നു. ഫോറസ്റ്റിന് പിങ് പോങ് കളിക്കുന്നതിൽ അസാധ്യ കഴിവുകൊണ്ട് തെളിയിക്കുന്നു. അതിന്റെ മത്സരങ്ങളിൽ പങ്കെടുത്ത് വേൾഡ് ചാമ്പ്യനായി മാറുന്നു. അതിലൂടെ ചെറിയൊരു സെലിബ്രിറ്റിയായി മാറുന്നു. ആർമിയിൽ നിന്നും ഡിസ്ചാർജ് ആയതിനു ശേഷം ഫോറസ്റ്റ് ഒരു ഷ്രിമ്പിംഗ് ബോട്ട് വാങ്ങിക്കുന്നു. അതിന്റെ ബിസിനസ് ആരംഭിക്കുന്നു. അതുവഴി ഒരു മില്യനെയറായി മാറുന്നു. കേൾക്കുമ്പോൾ തന്നെ ഒരു കാർട്ടൂണിലെ കഥ കേൾക്കും പോലെ ഉണ്ടെങ്കിലും സിനിമയിൽ ഇതെല്ലാം നല്ല രസമായിട്ടാണ് ചെയ്തു വച്ചിരിക്കുന്നത്. സിനിമയിലുള്ള എല്ലാ മേജർ കാര്യങ്ങളൊന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു നോൺ സ്പോയിലർ ഔട്ട്ലൈൻ മാത്രമാണ് പറഞ്ഞത്. ക്ലൈമാക്സും പിന്നെ കുറച്ച് സീനുകളും ഒഴിച്ചാൽ സിനിമ ഫുൾ ഓൺ കോമഡിയാണ്. അത് തന്നെയാണ് എനിക്ക് സിനിമയിൽ ഇഷ്ടപ്പെട്ടത്. ഒട്ടും ലോജിക്കില്ലാത്ത ബിലീവബിൾ അല്ലാത്ത കാര്യങ്ങൾ കാണിച്ച് ചിരിപ്പിക്കുകയും കുറച്ച് ഇമോഷണൽ സീന് കൊണ്ട് മാത്രം കരയിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സിനിമ. അമേരിക്കൻ ചരിത്രത്തിലെ പല ഇൻസിഡൻസിലൂടെയാണ് ഇതിന്റെ കഥ പറഞ്ഞു പോകുന്നത്. സീരിയസ് ആയ ഇൻസിഡൻസ് പോലും തമാശയായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ജോൺ എഫ് കെനഡി അസാസിനേഷൻ, വിയറ്റ്നാം വാർ, വാട്ടർ ഗേറ്റ് സ്കാൻഡൽ, പിങ് പോങ് ഡിപ്ലോമസി തുടങ്ങിയ ഒരുപാട് ഇൻസിഡൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് എത്ര പ്രാവശ്യം കണ്ടാലും മടുക്കാത്തൊരു സിനിമയാണിത്. ഇതിനെപ്പറ്റി ഒന്നും അറിയാതെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ക്ലൈമാക്സിൽ ഫോറസ്റ്റ് ഗംപ് മകനെ സ്കൂളിലേക്ക് യാത്രയാക്കിയിട്ടിരിക്കുമ്പോൾ ആലൻ സിൽവസ്ട്രിയുടെ മനോഹരമായ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ അകമ്പടിയോടെ ഒരു തൂവൽ പറന്നു പോകുമ്പോൾ ഹേർട്ടിൽ എവിടേക്കോ അത് ടച്ച് ചെയ്ത് പോകുന്ന ഒരു ഫീലാണ്. പഴയ സിനിമയായതുകൊണ്ട് മാത്രം ഒരുപാട് പേർ കണ്ടിട്ടില്ലാത്ത സിനിമയാണിത്. അതുകൊണ്ട് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം. നല്ലൊരു സിനിമയാണ്.